സ്വാഗതം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം എന്താണ്? ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി ഏകദേശം ഒന്ന് തന്നെയാണ്, ബിരിയാണി. മിക്ക വീടുകളിലും വിശേഷ അവസരങ്ങളിൽ ആഘോഷിക്കുവാൻ ഉണ്ടാക്കുന്ന പ്രധാന ഭക്ഷണവും ബിരിയാണി തന്നെ. രുചികരമായ ബിരിയാണി വിഭവത്തിന്റെ ഉത്ഭവം ഏത് ദേശമായാലും അതിന്ന് ലോകമെമ്പാടുമുള്ള പ്രിയങ്കരമായ വിഭവമാണ്. മാത്രമല്ല, സസ്യാഹാരികളെയും നോൺ വെജിറ്റേറിയന്മാരെയും തന്റെ രുചിയുടെ മായാജാലത്തിൽ കുരുക്കി നിർത്താൻ ഇത്രത്തോളം വേറൊരു വിഭവത്തിനും കഴിഞ്ഞിട്ടുമില്ല. ഇന്ത്യ നിരവധി കടന്നുകയറ്റങ്ങൾക്കും പുതിയ ഭരണാധികാരികൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവ ഓരോന്നിലൂടെയും വ്യത്യസ്ത സംസ്കാരവും പുതിയ പാചക രീതിയും ഒക്കെ വന്നു. തുർക്കിക്കാർ, അറബികൾ, പേർഷ്യക്കാർ, അഫ്ഗാനികൾ തുടങ്ങിയ മുസ്ലിം അധിനിവേശക്കാർ ഇന്ത്യയിൽ വിവിധ വിരുന്നുകളുടെ സംസ്കാരം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. 15ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ മുഗളരുടെ ഭരണകാലത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് മുഗളൈ പാചകരീതി. മുഗളന്മാർ പാചകം എന്നതിനെ ഒരു കലാരൂപത്തിലേക്ക് ഉയർത്തി. ബിരിയാണി, പിലാവ്, കബാബുകൾ തുടങ്ങിയ നിരവധി പാചകക്കുറിപ്പുകൾ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നു. ഏവരുടെയും പ്രിയപ്പെട്ട ബിരിയാണിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുണ്ട്. വറുത്തത്, പൊരിച്ചത് എന്നൊക്കെ അർത്ഥമുള്ള ബറിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നുമാണ് ബിരിയാണി എന്ന പേര് ലഭിച്ചത്. ബിരിയാണി എന്ന് പറയും എന്ന് വെച്ച് ബിരിയാണി പേർഷ്യയിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ബിരിയാണി എങ്ങനെ ഇന്ത്യയിലെത്തി എന്നതിനെ കുറിച്ച് വളരെയധികം കഥകളുണ്ട്. പുരാതന ദില്ലി സാമ്രാജ്യത്തെ മുസ്ലിം രാജവംശമായ മുഗളന്മാർ, ലക്നൗ ചക്രവർത്തിമാർ എന്നിവരാണ് ഇന്ത്യയിൽ ബിരിയാണി ആദ്യമായി ഉണ്ടാക്കിയത് എന്നാണ് ചില ചരിത്രകാരന്മാരുടെ വാദം. എന്നാൽ ടിമൂറിന്റെ കടന്നുകയറ്റ സമയത്താണ് ബിരിയാണി ഇന്ത്യയിലെത്തിയതെന്നാണ് മറ്റൊരു വാദം. ഹൈദരാബാദിൽ നിസാമിന്റെ ഭരണകാലത്താണ് ബിരിയാണിയുടെ ഉത്ഭവം എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. എന്നാൽ മറ്റു ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം പേർഷ്യയിൽ ഉണ്ടായിരുന്ന പുലാവ് എന്ന ഭക്ഷണം മുഗളന്മാർ മാറ്റിവരുത്തി ബിരിയാണി ആക്കിയതാണ് എന്നാണ്. ഇന്ത്യയിൽ മുഗൾ ആക്രമണത്തിന് മുൻപ് സമാനമായ മറ്റ് അരി വിഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ചരിത്രപരമായ ചില തെളിവുകളുണ്ട്. AD 2 തുടക്കത്തിൽ തന്നെ ഓം സോറു എന്നറിയപ്പെടുന്ന ഒരു അരി വിഭവത്തെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. അരി, നെയ്യ്, മാംസം, മഞ്ഞൾ, മല്ലി, കുരുമുളക്, വേലി എന്നിവ ചേർത്തതാണ് ഓം സോറു. അങ്ങനെ പറയുമ്പോൾ ബിരിയാണി ഈ നാട്ടുകാരൻ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.